നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ മായയാ ബഹൃതജ്ഞാനാഃ ആസുരം ഭാവം ആശ്രിതാഃ. ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടുകൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ചതുർവിധാഃ ഭജന്തെ മാം ജനാഃ സുകൃതിനോ അർജുന. ആർത്തോ ജിജ്ഞാസുഃ അർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹേ ഭരതകുലശ്രേഷ്ഠ, സുകൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. തേഷാം ജ്ഞാനി നിത്യയുക്തഃ ഏകഭക്തിഃ വിശിഷ്യത്തെ. പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സ ച മമ പ്രിയഃ. ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും. ഉദാരാഃ സർവ ഏവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം. ആസ്ഥിതഃ സ ഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല. എന്നാൽ ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എന്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. വാസുദേവഃ സർവമിതി സമഹാത്മാ സുദുർലഭഃ. അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. കാമൈസ്തൈസ്തൈർഹൃതജ്ഞാനാഃ പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമം ആസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ. ഭൗതികാഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടുകൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതും ഇച്ഛതി തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ഞാൻ പരമാത്മരൂപേണ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. ഏത് ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ്.
सतया श्रद्धया युक्तः तस्याराधनं ईहते लभते च ततः कामान् मयैव विहितान् हितान्. അങ്ങനെ വിശ്വാസമുറച്ച് ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും. വാസ്തവത്തിൽ ഈ അഭീഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെയാണ്. അന്തവത്തു ഫലം തേഷാം തദ്ഭവതി അല്പമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താഃ യാന്തി മാമപി. മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവുമത്രേ. ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകങ്ങളിലെത്തും. എന്റെ ഭക്തന്മാരാകട്ടെ പരമോന്നതമായ എന്റെ ധാമത്തിൽ എത്തിച്ചേരുന്നു. അവ്യക്തം വ്യക്തിമാപന്നം മന്യൽത്തെ മാം അബുദ്ധയഃ പരം ഭാവം അജാനതോ മമാവ്യയം അനുത്തമം. പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. അക്ഷയവും അത്യുന്നതവുമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അല്പജ്ഞാനികൾക്കറിഞ്ഞുകൂടാ. നാഹം പ്രകാശഃ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാകില്ല. യോഗമായയെന്ന എന്റെ അന്തരംഗ ശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചുവെക്കുന്നു. തന്മൂലം അജനും അവ്യയനുമാണ് ഞാനെന്ന് അവർ അറിയുന്നതുമില്ല. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. ഹേ അർജുന, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം. എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതമാണ്. പക്ഷേ എന്നെ ആർക്കും അറിയാൻ വയ്യ. ഇച്ഛാദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. ഹേ ശത്രുഞ്ജയനായ ഭാരത, എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വ മോഹ നിർമുക്താഃ ഭജന്തെ മാം ദൃഢവ്രതാഃ. പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വവ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകും.